1972 ഷിംല കരാർ പാകിസ്ഥാൻ മരവിപ്പിച്ചു. എന്താണ് ഷിംല കരാർ? ഇരു രാജ്യങ്ങളെയും ഇതെങ്ങനെ ബാധിക്കും? 1971 ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട് ഒപ്പുവെച്ച ഒരു സുപ്രധാന ഉടമ്പടിയാണ് ഷിംല കരാർ. 1972 ജൂലൈ 2 ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഷിംലയിൽ വെച്ച് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയുമാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത്. കഴിഞ്ഞ 50 വർഷത്തിലധികം കാലം ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധത്തിന് ഒരു അടിസ്ഥാനമായി ഈ കരാർ നിലകൊണ്ടു. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ കരാർ മരവിപ്പിച്ചത്? അടുത്തിടെയുണ്ടായ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷളായതിനെ തുടർന്നാണ് പാകിസ്ഥാന്റെ ഈ നടപടി. ഈ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് പാകിസ്ഥാൻ വാദിക്കുന്നു. എന്നാൽ ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഷിംല കരാർ മരവിപ്പിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കരാർ മരവിപ്പിച്ചാലുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഷിംല കരാർ മരവിപ്പിക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധത്തെ സാരമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല. പരിമിതികൾ ഉണ്ടായിരുന്നിട്ടും തർക്കങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാനുള്ള ഒരു പ്രാഥമിക ചട്ടക്കൂട് നൽകിയിരുന്നു. ആശയവിനിമയത്തിനുള്ള ഒരു വാതിലായിരുന്നു ഇത്. കരാർ മരവിപ്പിച്ചതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള അവിശ്വാസവും ശത്രുതയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. തർക്കങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കാനുള്ള വഴി അടയുകയാണ്. ഇത് നിയന്ത്രണ രേഖ പോലുള്ള പ്രദേശങ്ങളിൽ സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കും. കശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷി ഇടപെടലിനെ ഇന്ത്യ എതിർക്കുന്നത് ഷിംല കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ കരാർ മരവിപ്പിക്കുന്നതിലൂടെ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് കാശ്മീർ വിഷയം അന്താരാഷ്ട്ര വേദികളിൽ എത്തിക്കാനും മൂന്നാം കക്ഷികളുടെ ഇടപെടലിന് കളമൊരുക്കാനുമാണ്. 1971 യുദ്ധത്തിലെ വെടിനിർത്തലിന്റെ ഫലമായി നിലവിൽ വന്ന നിയന്ത്രണ രേഖയ്ക്ക് ഔദ്യോഗിക അംഗീകാരം നൽകിയത് ഷിംല കരാറാണ്. കരാർ മരവിപ്പിക്കുന്നതോടെ ഈ അതിർത്തിയിൽ തർക്കങ്ങൾ ഉണ്ടാകാനും ഒരുപക്ഷെ അതിർത്തി മാറ്റാൻ ശ്രമങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ചുരുക്കത്തിൽ ഷിംല കരാർ മരവിപ്പിക്കുന്നത് ദശാബ്ദങ്ങളായുള്ള നയതന്ത്ര ബന്ധത്തിൽ നിന്നുള്ള പാകിസ്ഥാന്റെ ഒരു പിന്മാറ്റമാണ്. ഇത് മേഖലയുടെ സുസ്ഥിരതയ്ക്കാണ് ഭീഷണി ഉയർത്തുന്നത്. പഹൽഗാം ആക്രമണത്തിന്റെ പേരിൽ നടത്തുന്ന ഈ പ്രകോപനപരമായ നീക്കം സ്ഥിതി കൂടുതൽ വഷളാക്കാനേ ഉപകരിക്കൂ. ഇന്ത്യയും പാകിസ്ഥാനും ഈ സാഹചര്യത്തെ എങ്ങനെ മറികടക്കുമെന്നത് ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ്.